പാർട്ടി അപമാനിച്ചതിന് KM ഷാജഹാനെതിരെ കേസ്. കേരള പ്രവാസി അസോസിയേഷൻ വനിതാ നേതാവ് നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. പതിവ് പോലെ അശ്ലീലം നിറഞ്ഞൊരു പോസ്റ്റായിരുന്നു അത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പരാതിയിലാണ് നടപടി. KM ഷാജഹാനെ പൂട്ടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശരിയായൊരു നടപടി. മുഴുവൻ സ്ത്രീകൾക്കുമായി താൻ ഈ പോരാട്ടം നടത്തുമെന്ന പരാതിക്കാരി. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി KM ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ എനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അപപ്രചരണങ്ങൾക്കെതിരെയായിരുന്നു ഈ കേസ്. അപ്പോൾ ആൾ ഒരുപാട് വീഡിയോസ് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ചെയ്യുന്നുണ്ടായിരുന്നു. കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ. ഈ ഒരു സംഘടന UDFന്റെ ഘടകകക്ഷി ആയതിനു ശേഷമാണ് ആൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്തു തുടങ്ങിയത്. അപ്പം ഈ ആദ്യത്തെ വീഡിയോസൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യായിരുന്നു. അത് ഒരുപാട് സംശയങ്ങളും ആളുകളുടെ ഇടയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാക്കി ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള സൗകര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ദുബായിൽ ജോലി ചെയ്യാണ്. അപ്പം അതൊക്കെ ഇഗ്നോർ ചെയ്തു. പിന്നീട് ഈ ഇടെ UDFന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത ഒരു ഫോട്ടോ, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ കൂടെ ഞാൻ എടുത്ത ഒരു ഫോട്ടോ മറ്റു ഫോട്ടോകളുടെ ഒപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഫോട്ടോയിൽ ഞാൻ ആ മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി ആളുകളും മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു ആ സെയിം പോസ്റ്റിൽ. പക്ഷേ KM ഷാജഹാൻ ഈ ഒരു ഫോട്ടോ മാത്രം എടുത്തിട്ട് വളരെ മോശം രീതിയിലുള്ള ഒരു ക്യാപ്ഷനോട് കൂടെ ആളുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. അതായത് VD സതീശന് പ്രത്യേക താല്പര്യമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരോടുള്ള താല്പര്യം കൊണ്ടാണ് ഇതിൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന UDFന്റെ ഭാഗമായത്. അപ്പം ഇത് വേറൊരു ആ സംഘടനയുടെ തന്നെ ചെയർമാനായ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ ഭാര്യയാണിത്. അങ്ങനെ ഒരു ദ്വയാർത്ഥത്തിലുള്ള ഒരു പോസ്റ്റ് ഷാജഹാൻ പോസ്റ്റ് ചെയ്തു. ഇത് ആ ഒരു മീനിങ്, അയാൾ ഉദ്ദേശിച്ച ഒരു ഉദ്ദേശം എക്സിക്യൂട്ട് ആയി എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വൾഗർ കമന്റ്സ് ആ പോസ്റ്റിന്റെ താഴെ വന്നു. അപ്പം അതിനെതിരെയാണ് ഈ കംപ്ലൈന്റ്. ആ പോസ്റ്റും ഫോട്ടോയും ഒക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീഷെയർ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം അതിനെതിരെ ഞാൻ ഒരു കംപ്ലൈന്റ് കൊടുത്തു. അത് ജൂൺ 4 FIR രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 2 ദിവസം മുന്നെയാണ് എനിക്കതിന് നോട്ടീസ് കിട്ടിയത്. ഇന്ന് ഞാനിവിടെ കോഴിക്കോട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വന്ന് അധ്യക്ഷ ശ്രീ സതീദേവി മാഡത്തിന് മൊഴി നൽകി. ജൂൺ 1 ഞാൻ ഈ കേസ് ചീഫ് മിനിസ്റ്റർ സെല്ലിലേക്ക് മെയിൽ അയക്കുന്നത്. ആ ദിവസം തന്നെയാണ് ഷാജഹാൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഷാജഹാൻ പോസ്റ്റ് ഇട്ടതിൻ്റെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചീഫ് മിനിസ്റ്റർ സെല്ലിന് അയച്ചു. പിന്നീട് ജൂൺ 2 ചീഫ് മിനിസ്റ്റർ സെല്ലിൽ നിന്ന് കേസ് അക്നോളജ് ചെയ്തു. ജൂൺ 4 ഞാൻ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടാണ് FIR ഫയൽ ചെയ്തത്. FIR ഫയൽ ചെയ്തിട്ട് ഇപ്പോൾ 2 മാസത്തോളം ആവാനായി. കേസ് പ്രൊസീഡ് ആവുന്നു എന്ന് പറയുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് അപ്ഡേറ്റ് ചെക്ക് ചെയ്തപ്പോഴൊക്കെ ഷാജഹാന് 2 തവണ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2 തവണ നോട്ടീസ് അയച്ചതിലും ഷാജഹാൻ സ്റ്റേഷനിൽ വരാതിരുന്നതിൽ പ്രത്യേകിച്ച് ഒരു റീസൺ പറഞ്ഞതായിട്ട് എൻ്റെ അടുത്ത് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞിട്ടില്ല. അത് ഷാജഹാൻ ഈ നിയമ സംവിധാനങ്ങളോടുള്ള ഒരു ധിക്കാരോ വെല്ലുവിളിയോ ഒക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആളതൊരു നല്ല രീതിയിൽ അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു എന്നുള്ള റെസ്പോൺസ് പോലീസിൻ്റെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വനിതാ കമ്മീഷൻ അവർ പറയുന്നത് അവരും നോട്ടീസ് അയക്കും, പിന്നെ പോലീസിന്റെ റിപ്പോർട്ട് അവർ തേടും, എന്താണ് കേസിന്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ. നോൺ ബെയിലബിൾ സെക്ഷൻസ് ഇട്ടിട്ടാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് പോലെയുള്ള നടപടികൾ ഈ സമയത്തിനുള്ളിൽ നടക്കേണ്ടതായിരുന്നു. അത് ഇതുവരെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കേസിൽ ഫുൾ തൃപ്തിയാണോ അതിന്റെ പ്രൊസീഡിങ്സിൽ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ സ്ലോ ആയിട്ട് അത് മൂവ് ചെയ്യുന്നു. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഷാജഹാൻ ഇങ്ങനെ ഒരു ആളെ ടാർഗറ്റ് ചെയ്യേണ്ടി വന്നത്, ഇപ്പൊ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പ്രസിഡന്റ് ഒരു പുരുഷനായിരുന്നെങ്കിൽ ഒരിക്കലും ഷാജഹാൻ ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടാക്കാനേ പറ്റില്ല. അപ്പൊ ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം വന്ന ഒരു അറ്റാക്കാണ്. പുള്ളിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ വേറെ ഉണ്ടാവും. പുള്ളി എന്നെ ഇപ്പൊ കണക്ട് ചെയ്ത ആളുകളെ ഉപദ്രവിക്കാനോ അങ്ങനെ പല ഉദ്ദേശങ്ങളും പുള്ളിക്കുണ്ടാവും. പക്ഷെ ആ സ്ഥാനത്തിരിക്കുന്ന ഞാൻ അല്ലാതെ വേറൊരു പുരുഷനായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവില്ല. അപ്പൊ സ്ത്രീകൾ എന്തെങ്കിലും ഒരു പൊതുരംഗത്ത് മുന്നോട്ടേക്ക് വരുമ്പോൾ അതിൽ അവരെ ആദ്യം തന്നെ ഒരു മോശം സ്ത്രീയായിട്ട് കാണിക്കുക, ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ആദ്യം തന്നെ കൊടുക്കുക, അങ്ങനെ അവരുടെ കോൺഫിഡൻസ് ഇല്ലാതെയാക്കുക, അവരെ ആ കാര്യത്തിന് മുന്നോട്ട് പോവാതിരിക്കുക, അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിന്റെ പുറത്തായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഷാജഹാൻ. അപ്പൊ അതേപോലെ ഒരു പുരുഷ മേധാവിത്വം എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പൊ പുറത്തൊക്കെ ഇപ്പൊ അത് മാറി വരുന്നു. കാരണം ഞാൻ പുറത്ത് ദുബായിൽ ഒരു കമ്പനിയുടെ CEO ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പുറത്തൊക്കെ ഇക്വാലിറ്റി എന്താണ്, അങ്ങനെ ഒരു ജെൻഡർ ഫേവറിസം ഇല്ലാതെ എങ്ങനെയാണ് ജോലി സ്ഥലങ്ങളും പൊതുസ്ഥലങ്ങളും ഒക്കെ മുന്നോട്ടേക്ക് പോകേണ്ടത്, അതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും സ്ത്രീകൾ മുന്നോട്ടേക്ക് വരുമ്പം
ആളുകൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും അത് അത്ര സുഖിക്കുന്നില്ല. അവർക്കത് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുന്നില്ല. അവർക്ക് അപ്പം ആ സ്ത്രീ നല്ലതല്ല, അവർ മോശം സ്ത്രീയാണ്, അവരവരുടെ കഴിവ് കൊണ്ടല്ല, അവർ വേറെ രീതിയിൽ ആളുകളെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് അവർ ഈ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഞാനാണെങ്കിലും എൻ്റെ 21ാമത്തെ വയസ്സ് തൊട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്കൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അപപ്രചരണം ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ആളുകളെ ഫേവർ ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. കഴിവൊന്നും അല്ല അതിൽ കേസ്. ഇതൊരു പെണ്ണായതുകൊണ്ട് മാത്രം ഈ ഒരു പൊസിഷനിൽ എത്തിയ ഒരാളാണ്. ആ രീതിയിലേക്കാണ് ഷാജഹാൻ ഇത് എത്തിക്കുന്നത്. ഇതൊരു ഷാജഹാന്റെ മാത്രം കാര്യമല്ല, ഇതുപോലെ ചിന്തിക്കുന്ന, ഇത്രയും നാരോ ഡൗൺ ആയിട്ട് ചിന്തിക്കുന്ന പുരുഷ മനസ്സുകൾ ഇന്നും ഉണ്ട് കേരളത്തിൽ. അപ്പൊ അവർക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടോപ്പിക് ഷാജഹാൻ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ അത് ആളുകൾ അത് ഏറ്റെടുത്തത്. സ്ത്രീകൾ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പം അത് കഴിവുകൊണ്ടല്ല, സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണെന്ന് ആളുകൾ ഇപ്പോഴും മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അത് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് വളരെ നാച്ചുറലാണ്. ബിക്കോസ് അതാണ് ആളുകളുടെ ടെൻഡൻസി. അപ്പം അങ്ങനെയുള്ള ഇപ്പം ഞാനൊരു പാർട്ടിയുടെ പ്രസിഡന്റാണ്, ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് മുന്നേ ആണെങ്കിലും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ആരും പകച്ചു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ആ കാര്യങ്ങൾ നിയമ സംവിധാനങ്ങളിലൂടെ മുന്നോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ ആ സംവിധാനങ്ങളും, അല്ലെങ്കിൽ ഇപ്പം വനിതാ കമ്മീഷൻ ഈ ഒരു കേസ് സ്വമേധയാ എടുത്തു എന്നുള്ളതിൽ തന്നെ അതെനിക്ക് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മൾ ഈ കാര്യങ്ങളുമായിട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ കുറച്ച് സ്ലോ ആയിരിക്കും, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളത് നിയമപരമായി ഉള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്ത് അതിനെതിരെ നമ്മൾ പോരാടിയേ മതിയാവും. കാരണം നിങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് പോകും തോറും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിന് തെളിവാണ്. അതാണ് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് ഉള്ള സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അതിനെതിരെ പോരാടുക. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം ഒരു സ്ത്രീയും അതിൽ പേടിച്ച്, ഇപ്പം ഞാൻ ഇങ്ങനെയുള്ള ഒരു ജോലി ചെയ്യാത്ത അല്ലെങ്കിൽ വീട്ടമ്മയായിട്ടുള്ള ആളുകൾക്കെതിരെയൊക്കെ ഇങ്ങനത്തെ ആക്രമണങ്ങൾ ഉണ്ടാവും. അവർക്കൊന്നും ചിലപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം എന്താണ്, എങ്ങനെയാണ് ഇത് കംപ്ലയിൻസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്, അതൊന്നും കൃത്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിനുള്ള എക്സ്പോഷർ ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ സംവിധാനങ്ങൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാം ആണെങ്കിലും വുമൻസ് കമ്മീഷൻ ആണെങ്കിലും ഇപ്പോൾ ഫോൺ ചെയ്യാനുള്ള ടോൾ ഫ്രീ നമ്പറുകളുണ്ട്, മെയിൽ ഐഡികളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അടുത്തൊക്കെ ഇതിൻ്റെ സെൻറ്ററുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിയമപരമായിട്ട് തന്നെ പോരാടുക. അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ. അല്ലാതെ സ്ത്രീകൾ അങ്ങനെ ഒരു ആക്രമണം വരുന്നു എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾ അതിൽ നിന്ന് ഒതുങ്ങിപ്പോവുകയല്ല വേണ്ടത്. നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ വരുമ്പം അതിനെതിരെ നമ്മൾ പോരാടിയേ പറ്റും.